വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കൂന്തൽ റോസ്റ്റാണ്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കളറ് ചെറുതായൊന്ന് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കളറ് നന്നായി മാറി വരുമ്പോൾ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയും നന്നായിട്ട് അലിഞ്ഞ് ഇതിലേക്ക് ചേരണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂന്തലാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ കൂന്തൽ എന്നാണ് പറയണത്. പല സ്ഥലത്തും പല ഇതായിരിക്കും പറയണത്. കണവ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ഇത് ക്ലീൻ ചെയ്തതാണ്. നിങ്ങൾക്കിത് റബ്ബർ ബാൻഡിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെയും അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറുതായതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തേക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കാലിൻ്റെ ഭാഗത്തുള്ള മാംസം ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അതും നല്ലത് തന്നെയാണ്, ചീത്തയൊന്നുമല്ല. അപ്പോൾ അതും വേസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെയും തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞാൽ മതി. ഇതിൻ്റെ ഒരു മഷിയുണ്ട് കേട്ടോ. ആ ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ബാക്കി ഭാഗമാണ് എടുത്തേക്കണത്. മഷി പൊട്ടാതെ വേണം അത് മുറിച്ചെടുക്കാൻ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരു സമയത്ത് പോസ്റ്റ് ചെയ്യണതാണ് കേട്ടോ. ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ള വീഡിയോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം വേകാനുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ വെന്ത് വരും. അപ്പോൾ ഇത് കുറച്ച് നേരമായിട്ടുണ്ട്, കണ്ടോ, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളൊന്നുകൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചു വെച്ചേക്കാണ്. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളവും കൂടി ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടി വറ്റിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്തെടുത്ത് കഴിച്ച് നോക്കി അറിയാൻ പറ്റും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിലർക്കൊരു ധാരണയുണ്ട് ഇത് വേകാനായിട്ട് കുറേ സമയം വേണം, കുക്കറിലിട്ട് അടിക്കണം എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിൽ നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും വേണ്ട. ചെമ്മീൻ ഉണ്ടാക്കണതിലും കുറച്ചും കൂടി കൂടുതൽ സമയം വേണം എന്നുള്ളൂ. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. മിസ് ചെയ്യരുത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.